നവംബർ 10, 1923 ഹാച്ചിക്കോയുടെ ജനനം. അങ്ങനെ നോക്കുമ്പോൾ ഹാച്ചിക്കോയുടെ 100ാം ജന്മവർഷമാണ് 2023. ജനിച്ചിട്ട് 100 വർഷം പിന്നിടുമ്പോഴും മനുഷ്യ മനസ്സുകളിൽ ഹാച്ചിക്കോ ഒരു ദുഃഖസ്മരണയായി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജന്മം എത്ര ധന്യമെന്നല്ലേ പറയേണ്ടത്. അത്ര ധന്യമായ ഒരു ജന്മമെന്ന് പറയുവാൻ ആരായിരുന്നു ഹാച്ചിക്കോ? ജപ്പാനിലെ അക്കിത ഇനു എന്ന ബ്രീഡിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയായിരുന്നു ഹാച്ചിക്കോ. സ്നേഹം, വിശ്വസ്തത, സൗഹൃദം എന്നിവ ലോകത്ത് കേവലം വാക്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ജീവികളിൽ മുൻപന്തിയിലാണ് നായ്ക്കുട്ടികൾ. നിങ്ങൾ മുജ്ജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നവർ നിരവധിയുണ്ട്. ഈ ജന്മത്തിൽ നമ്മുടെ കൂടെ കൂടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങൾ അങ്ങനെയൊന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവർ മുജ്ജന്മത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആയിരുന്നിരിക്കണമെന്ന് വിശ്വസിക്കുന്നവർ അനേകമാണ്. ഹാച്ചിക്കോയുടെ ജീവിതകഥയും നമ്മളെ അറിയാതെയെങ്കിലും ഒരു മുജ്ജന്മ ബന്ധം ഓർമ്മപ്പെടുത്തും, തീർച്ച. ഹാച്ചിക്കോ നായയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ജപ്പാനിലേക്ക് പോയാൽ നിങ്ങൾ അവനെക്കുറിച്ച് കേൾക്കും. ഇനി ജപ്പാനിലേക്ക് പോകാത്തവർക്കായി ഹാച്ചിക്കോ എന്ന ആ നായ്ക്കുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ അനാവരണം ചെയ്യുന്നത്. കരളലിയിക്കുന്ന ഒരു കഥയാണ് ഹാച്ചിക്കോയുടെ. ഒരു നായ്ക്കുട്ടിയെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ എന്താണുള്ളത് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജാപ്പാനീസ് ദേശീയ നായകനാണ് ഹാച്ചിക്കോ. വളരെ പ്രശസ്തനായ ഒരു നായ. അവനെക്കുറിച്ച് നിരവധി സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ടോക്കിയോയിലെ ഷിബുയ റെയിൽവേ സ്റ്റേഷന് അടുത്തായി ഹാച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമയുണ്ട്. അവിടെ എല്ലാ ദിവസവും 100 കണക്കിന് ആൾക്കാർ ആ പ്രതിമയ്ക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്തുകൊണ്ടാണ് ഹാച്ചിക്കോ കഥ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഹാച്ചിക്കോ ഇത്രമാത്രം പ്രശസ്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഞാൻ തന്നെ പറയും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഹാച്ചിക്കോ എന്ന നായ്ക്കുട്ടിയെക്കുറിച്ചുള്ള അതിശയകരവും യഥാർത്ഥവും അതുപോലെ തന്നെ സങ്കടകരവും ദുഃഖകരവുമായ ആ കഥ പറയാം. ജപ്പാനിലെ ടോക്കിയോ സർവകലാശാലയിലെ കാർഷിക ശാസ്ത്ര പ്രൊഫസറായ ഐസബെറോ യൂനോയ്ക്ക് വളരെ കാലമായി ജപ്പാനീസ് അക്കിത ബ്രീഡിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയെ ആവശ്യമുണ്ട്. അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോഴാണ് തൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ ജപ്പാനിലെ ഒഡേ നഗരത്തിലെ അക്കിത പെർഫെക്ചറിൽ നിന്നും ഒരു നായ്ക്കുട്ടിയെ ദത്തെടുക്കാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ഒരു നായ്ക്കുട്ടിയെ ദത്തെടുത്തു. അതിന് അദ്ദേഹം ഹാച്ചി എന്ന് പേരും വിളിച്ചു. ഹാച്ചി അഥവാ ഹാച്ചിക്കോ അതായിരുന്നു അവൻ്റെ വിളിപ്പേര്. പുതിയ ഉടമയും അവനും താമസിയാതെ മികച്ച സുഹൃത്തുക്കളായി മാറി. എല്ലാറ്റിനും ഉപരിയായി ഐസബെറോ തൻ്റെ പ്രിയപ്പെട്ട നായയെ സ്നേഹിക്കുകയും അവനെ ഒരു മകനെ പോലെ കണക്കാക്കുകയും ചെയ്തു. രണ്ടുപേരും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമായിരുന്നു രൂപപ്പെട്ടത്. ഹാച്ചിക്കോ പ്രായമായപ്പോൾ പുലർച്ചെ മധ്യ ടോക്കിയോയിലെ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ പോകുന്ന പ്രൊഫസറെ യാത്ര അയക്കാൻ പോകാൻ തുടങ്ങി. അതേപോലെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പ്രൊഫസറെ ഉച്ച കഴിഞ്ഞ് സ്റ്റേഷനിൽ പോയി ട്രെയിൻ വരുന്നത് വരെ കാത്തുനിന്ന് കൂടെ കൂട്ടിക്കൊണ്ടുവരുവാനും തുടങ്ങി. അത് ഹാച്ചിക്കോയ്ക്ക് ഒരു ദിനചര്യ പോലെയായി. എല്ലാ ദിവസവും പ്രൊഫസറോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും ഉച്ച കഴിഞ്ഞ് ട്രെയിനിൽ വരുന്ന പ്രൊഫസറോടൊപ്പം തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്ത ഹാച്ചിക്കോ ട്രെയിനിലെ മറ്റ് സ്ഥിരം യാത്രക്കാർ ഇത് കാണാറുണ്ടായി. 1925 മെയ് 21 ഹാച്ചിക്കോ ജനിച്ച് 2 വർഷത്തിന് ശേഷം ഹാച്ചിക്കോ സാധാരണയായി ഷിബുയ റെയിൽവേ സ്റ്റേഷന്റെ എക്സിറ്റിൽ തൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസർക്കായി ഐസബെറോയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. അന്ന് പക്ഷേ അവൻ്റെ ഉടമ പ്രൊഫസർ തിരിച്ചു വന്നില്ല. അന്ന് മെയ് 21 ജോലി സ്ഥലത്ത് വെച്ച് പെട്ടെന്നുണ്ടായ തലച്ചോറിലെ രക്തസ്രാവം മൂലം ഐസബെറോ മരണപ്പെട്ടു. അതറിയാതെ ഹാച്ചിക്കോ തൻ്റെ പ്രിയപ്പെട്ട ഐസബെറോയ്ക്കായി കാത്തിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ ആ എക്സിറ്റിൽ അദ്ദേഹം വരുന്നത് കാത്ത് മണിക്കൂറോളം. പിന്നെ യൂനോ കുടുംബത്തിലെ ഒരു മുൻ തോട്ടക്കാരനോടൊപ്പമായി ഹാച്ചിക്കോയുടെ ജീവിതം. പിറ്റേന്നും ഹാച്ചിക്കോ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഐസബെറോ പോയിരുന്ന ട്രെയിൻ പോകുന്നത് വരെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു തിരിച്ചു പോകും. വീണ്ടും ഉച്ച കഴിഞ്ഞ് വന്ന് ഐസബെറോയുടെ ട്രെയിൻ വരുന്നതും കാത്ത് അവിടെ ഇരുന്നു. ട്രെയിൻ വന്നു കഴിഞ്ഞിട്ടും മണിക്കൂറുകളോളം ഹാച്ചിക്കോ റെയിൽവേ സ്റ്റേഷനിൽ ഐസബെറോയെ പ്രതീക്ഷിച്ച് ക്ഷമയോടെ ഇരുന്നു. പ്രൊഫസറെ കാണാൻ നിരാശനായി ഹാച്ചിക്കോ തിരിച്ചു. പിന്നീട് തൻ്റെ ജീവിതകാലം മുഴുവൻ 10 വർഷത്തോളം ഒരു ദിവസം പോലും മുടങ്ങാതെ ഹാച്ചിക്കോ രാവിലെയും ഉച്ച കഴിഞ്ഞും ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ഐസബെറോയുടെ ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉടമയുടെ മടങ്ങിയതിനായി ക്ഷമയോടെ കാത്തിരുന്നു. മണിക്കൂറുകളോളം
മണിക്കൂറുകളോളം റെയിൽവേ സ്റ്റേഷൻ കഴിച്ചു കൂട്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഉടമയെ കാണാൻ കഴിയാതെ ആ ദുഃഖത്തിൽ ഹാച്ചിക്കോ തിരിച്ചു പോകും. ഹാച്ചിയുടെ ഈ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് ധാരാളം യാത്രക്കാർ കാണുന്നുണ്ടായിരുന്നു. ഇവർ നേരത്തെ ഹാച്ചിയെയും പ്രൊഫസറെയും ഒരുമിച്ച് കണ്ട ദൈനംദിന യാത്രക്കാരായിരുന്നു. അവന്റെ കഥ മാധ്യമങ്ങളിൽ വരുന്നത് വരെ പലരും ഹാച്ചിക്ക് സമീപം വരാറുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ചുപേർ അവന് വേണ്ടി ട്രീറ്റുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ഹാച്ചിക്കോയുടെ വിശ്വസ്തതയെക്കുറിച്ചും യജമാനനോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവിരാമമായ ഈ കാത്തിരിപ്പിനെക്കുറിച്ചും പ്രൊഫസർ യൂനോയുടെ വിദ്യാർത്ഥി ഹിരോകിച്ചി സൈറ്റോയാണ് ആദ്യം ലോകത്തെ അറിയിച്ചത്. ഹാച്ചി സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നത് സൈറ്റോ നിരീക്ഷിക്കുകയും ഒരു ദിവസം അവനെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. തോട്ടക്കാരനായ കുക്കുസാബോറോ കൊബയാക്കി താമസിച്ചിരുന്നിടത്ത് അദ്ദേഹത്തിന്റെ അന്വേഷണം അവസാനിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചതോടെ എല്ലാ ദിവസവും ഹാച്ചിക്കോ സ്റ്റേഷൻ സന്ദർശിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഹിരോകിച്ചി ഒരു ജപ്പാനീസ് ദിനപത്രമായ ആഷി ഷിംബുനിൽ ഹാച്ചിയുടെ കഥ പ്രസിദ്ധീകരിച്ചു. കഥ കാട്ടുതീ പോലെ വ്യാപിച്ചു. പിന്നീട് പലപ്പോഴായി ഹിരോകിച്ചി സ്റ്റേഷനിൽ ഹാച്ചിയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. ഹാച്ചിയുടെ അവിശ്വസനീയമായ വിശ്വസ്തതയെക്കുറിച്ചും പ്രൊഫസറോടുള്ള സ്നേഹത്തെക്കുറിച്ചും നിരവധി ലേഖനങ്ങൾ അയാൾ പ്രസിദ്ധീകരിച്ചു. ഇതോടെ ഹാച്ചിക്കോ ജപ്പാനിൽ ഉടനീളം ഒരു സെലിബ്രിറ്റിയായി മാറി. ആളുകൾ അവനെ ചുക്കൻ ഹാച്ചിക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിനർത്ഥം ഹാച്ചിക്കോ വിശ്വസ്തനായ നായ എന്നായിരുന്നു. ഹാച്ചി എന്നായിരുന്നു ഹാച്ചിക്കോയുടെ യഥാർത്ഥ പേര്. കോ എന്നത് പിന്നീട് കൂട്ടിച്ചേർത്തതായിരുന്നു. കോ എന്നാൽ ജാപ്പാനീസ് ഭാഷയിൽ കുട്ടി എന്നായിരുന്നു അർത്ഥം. ഒരിക്കലും തന്റെ ദൗത്യം ഉപേക്ഷിക്കാത്ത ഹാച്ചിക്കോയുടെ കഥ അപ്പോഴേക്കും ദേശീയ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടി. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഷിബുയ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുവാനും ഹാച്ചിക്കോയെ കാണുവാനും അവന് ട്രീറ്റ് കൊടുക്കുവാനും അത് പ്രചോദനം നൽകി. ജപ്പാനീസ് ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ച ഹാച്ചിക്കോ താമസിയാതെ അവരുടെ ഹീറോ ആയി. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ഹാച്ചിക്കോയെ കാണുവാൻ ആളുകൾ അവനോടൊപ്പം ഇരിക്കുവാനും എത്തുമായിരുന്നു. 1934 ഷിബുയ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന ഒരു മഹത്തായ ചടങ്ങിൽ ഹാച്ചിക്കോയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രധാന അതിഥിയായി അന്നുണ്ടായിരുന്നത് ഹാച്ചിക്കോ തന്നെയായിരുന്നു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആ വെങ്കല പ്രതിമ ഒരുക്കി തീവണ്ടിയുടെ ഭാഗങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും ഹാച്ചിക്കോയുടെ പ്രതിമ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് അവിടെ കാണുന്ന പ്രതിമ അതാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ ഹാച്ചിക്കോ 1935 മാർച്ച് 8 മരിക്കുന്നത് വരെ തൻ്റെ ദിനചര്യ ഒരിക്കലും തിരിച്ചു വരാത്ത തൻ്റെ യജമാനായുള്ള കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. 9 വർഷം 9 മാസം 15 ദിവസം അതായിരുന്നു ആ കാത്തിരിപ്പിന്റെ നാൾവഴികൾ. ഷിബുവ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു തെരുവിലാണ് ഹാച്ചിക്കോയുടെ ജീവിതം അവസാനിച്ചത്. ഹാച്ചിക്കോയുടെ മരണം ദേശീയ ദിനപത്രങ്ങളുടെ തലക്കെട്ടുകൾ പോലും പിടിച്ചടക്കി. ഒരു മനുഷ്യനും ആർക്കു വേണ്ടിയും ഇത്ര നാൾ കാത്തിരിക്കില്ല. പക്ഷേ മനുഷ്യന് സാധിക്കാത്തത് ഒരു നായ്ക്കുട്ടി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ടോക്കിയോയിലെ യൂനോയിലെ നാഷണൽ സയൻസ് മ്യൂസിയത്തിൽ ഹാച്ചിക്കോയെ ഇപ്പോൾ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടോക്കിയോയിലെ അയോമ സെമിത്തേരിയിലെ പ്രൊഫസറുടെ ശവകുടീരത്തിനടുത്തായി ഹാച്ചിക്കോയുടെ സ്മാരകവുമുണ്ട്. അങ്ങനെ ഹാച്ചിക്കോയും തന്റെ യജമാനുമായി അവസാനം ഒരുമിച്ചു. ഇന്ന് ഹാച്ചിക്കോ വെങ്കല പ്രതിമ ഷിബുയ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഒരു ജനപ്രിയ ആകർഷണ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ജപ്പാനീസ് യുവാക്കളുടെ ഇടയിൽ ഹാച്ചിക്കോ. കൂടാതെ ഷിബുയ റെയിൽവേ സ്റ്റേഷന്റെ പുറമതിൽ ഹാച്ചിക്കോയുടെ മൊസൈക്കിൽ തീർത്ത ഒരു കൂറ്റൻ ആർട്ട് വർക്കുണ്ട്. ഷിബുയ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഗേറ്റിന് ഹാച്ചിക്കോ ഗുച്ചി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഗുച്ചി എന്നാൽ ഗേറ്റ് എന്നാണ് അർത്ഥം. ഒഡേറ്റ് പട്ടണത്തിൽ ജപ്പാനിലെ ഒരു അക്കിത ഡോഗ് മ്യൂസിയം തന്നെയുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അക്കിത നായ ഹാച്ചിക്കോയുടെ ബഹുമാനാർത്ഥം പണിതതാണ്. മൃഗസ്നേഹികൾ കാണേണ്ട ഒന്നാണ് ആ മ്യൂസിയം. ഹാച്ചിക്കോയുടെ ആന്തരിക അവയവങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. 2010 ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തിയതിൽ നിന്ന് ക്യാൻസർ ബാധിച്ചാണ് ഹാച്ചിക്കോ മരിച്ചത് എന്ന് മനസ്സിലായി. ഹോളിവുഡ് പോലും ഹാച്ചിക്കോയെ കുറിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഹാച്ചി എ ഡോഗ്സ് ടെയിൽ എന്ന പേരിൽ പ്രശസ്തമായ ആ ചിത്രം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ആ ചിത്രം ഒരു US ബാക്ക്ഗ്രൗണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണ്. USA റോബ് ഐലൻഡിൽ ഹാച്ചിയുടെ ഒരു പ്രതിമയുമുണ്ട്. എന്നാൽ 1987 നിർമ്മിച്ച ഹാച്ചിക്കോ മൊണ്ടോഗാട്ടനി എന്ന ചിത്രം സംഭവത്തിന്റെ യഥാർത്ഥമായ ഒരു ആവിഷ്കാരമായിരുന്നു. ഹാച്ചിക്കോയുടെ ഉടമസ്ഥൻ പ്രൊഫസർ ഐസബറോ യൂനോ. ഒരിക്കലും ആരും അറിയാതെ പോകുമായിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മരണശേഷമാണ് അദ്ദേഹത്തെ പലരും അറിയുന്നതും കേൾക്കുന്നതും, അതും ഹാച്ചിക്കോയിലൂടെ. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മുജ്ജന്മ ബന്ധം എന്ന പോലെ ഒരു ചരട് രണ്ടുപേരെയും ഒരുമിച്ച് കോർത്ത് ഇണക്കിയിരുന്നിരിക്കും. ഹാച്ചിക്കോയുടേതും
ഒരു ധന്യജന്മമായി. എങ്കിൽ പ്രൊഫസറുടേത് ഹാച്ചിക്കോയാൽ ധന്യമാക്കപ്പെട്ട ഒരു ജന്മമായി. ഹാച്ചിക്കോ എന്ന ഈ നായ്ക്കുട്ടിയുടെ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യും. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. താഴെ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.